+1 ഫിസിക്സ് ക്രിസ്മസ് എക്സാമിന് 8ന്റെ പണി കിട്ടി എന്ന തമ്പനയിൽ വെറുതെ പറഞ്ഞതല്ല, പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് കാലെടുത്ത് വെച്ച സമയം ഒരുപാട് ലേറ്റ് ആയിരുന്നു. ജൂൺ 24-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും നേടി സീറ്റ് കിട്ടിയ കുട്ടികൾക്ക് മാത്രമായിരുന്നു ഓപ്പൺ ചെയ്ത് കൊടുത്തതെങ്കിൽ ജൂലൈ 24 കൂടിയാണ് സപ്ലിമെൻ്ററിയുടെ ആദ്യഘട്ടം തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഓഗസ്റ്റ് മാസം വരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകളിലേക്ക് കൃത്യമായിട്ട് എല്ലാ കുട്ടികൾക്കും പ്രവേശിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിൽ എന്ത് നിങ്ങൾക്ക് നടന്നിട്ടില്ല? ഓണപ്പരീക്ഷ നടന്നിട്ടില്ല. ഗവൺമെന്റിന്റെ കണ്ണിൽ നിങ്ങൾക്ക് ഓണപ്പരീക്ഷ നടന്നിട്ടില്ല. എന്നാൽ സ്കൂളിന്റെ സ്ട്രിക്റ്റ് പോവാതിരിക്കാനും കുട്ടികൾക്ക് ആ ഒരു സീരിയസ്നെസ് വിട്ടു പോവാതിരിക്കാനും വേണ്ടി പല സ്കൂളുകളും യൂണിറ്റ് ടെസ്റ്റുകൾ ആ സമയത്ത് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റിന്റെ കണ്ണിൽ എന്തല്ല? നിങ്ങൾ ഓണപ്പരീക്ഷ എഴുതാത്തവരാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇതാ ആദ്യത്തെ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് ചോദ്യപേപ്പർ അച്ചടിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന എക്സാമാണോ ഏത്? ഈ വരുന്ന ക്രിസ്മസ് എക്സാം 2024. അതിൽ +1ലെ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റ് വൈസ് ഞാൻ പറയാം. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഫിസിക്സിൻ്റെ കാര്യം. നല്ലൊരു 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. എന്താണ് സാർ, നിങ്ങൾ പേടിപ്പിക്കാതെ കാര്യം പറയണേ സാർ. യെസ്, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫിസിക്സിന് ഫസ്റ്റ് ടേം നടന്നിട്ടില്ലെങ്കിലും സെക്കൻഡ് ടേമിൽ നിങ്ങൾക്ക് അവസാനം പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ, നോക്കിയാൽ മനസ്സിലാവുക. സെക്കൻഡ് ടേമിൽ ഏറ്റവും അവസാനം വരുന്നത് തെർമോഡൈനാമിക്സ് ആണ്. സോ തെർമോഡൈനാമിക്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തേർഡ്, അതായത് നിങ്ങളുടെ ഫൈനൽ എക്സാമിലേക്ക് പിന്നീട് കൈനറ്റിക് തിയറിയും ഓസിലേഷൻസും വേവ്സ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ചാപ്റ്ററുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. അത് ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിൽ എടുത്താൽ മതി. പക്ഷേ ഡിസംബർ എക്സാമിന് തെർമോഡൈനാമിക്സ് വരെ പഠിക്കാനുണ്ട് എന്ന കാര്യം പല കുട്ടികൾക്കും അറിയില്ല. കാരണം പല കുട്ടികളുടെയും സ്കൂളിൽ, ഇവൻ എനിക്കറിയുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളടക്കം സ്കൂളുകളടക്കം ഇപ്പോഴും എത്തിയിരിക്കുന്നത് ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ശനിയാഴ്ചകളിൽ സ്പെഷ്യൽ ക്ലാസ്സുകൾ വെച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സ്പെഷ്യൽ ഉണ്ടായിരുന്നു പല കുട്ടികൾക്കും. എന്താ കാരണം? ഫിസിക്സ് കവർ ചെയ്യാൻ പറ്റുന്നില്ല. കവർ ചെയ്യാൻ തന്നെ കുറച്ച് പണിയുള്ള സബ്ജക്റ്റാണ് ഫിസിക്സ്. 2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും, 12 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും, 18 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും. ആ 18 മണിക്കൂറൊക്കെ കിട്ടുമ്പോഴാണ് കുട്ടികൾക്ക് വ്യക്തമായ കോൺസെപ്റ്റോട് കൂടിയ ക്ലാസ് ലഭ്യമാകുന്നത്. എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് നടത്തുന്ന ക്രിസ്മസ് എക്സാം ഡിസംബർ 9-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എല്ലാ സ്കൂളുകളിലും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പോർഷൻസ് കവർ ചെയ്യാൻ. +1 മാത്രമല്ല +2 ഇതേ ഇഷ്യൂ ഉണ്ട്. കാരണം എന്താണെന്നറിയോ? സെപ്റ്റംബറിലെ ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ടുള്ള 10ഓളം ദിവസത്തെ വെക്കേഷൻസ് കഴിഞ്ഞ് സെപ്റ്റംബർ 22-ാം തീയതി സ്കൂൾ തുറന്ന് വീണ്ടും കുട്ടികൾ ആ പഠനത്തിൻ്റെ കലാലയത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ എന്ത് വന്നു? കലാപരമായിട്ടുള്ള സ്പോർട്സും ആർട്സും ജില്ലാ കലോത്സവങ്ങളും അതിനിടയിലൂടെ +2കാരുടെ ടൂറും എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ടീച്ചേഴ്സ് എല്ലാവരും കോൺസെൻട്രേറ്റഡ് ടു ദർ പഠിക്കാത്ത മറ്റു കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്തു? അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങളും പോയി. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഡിസംബർ 9-ന് ശേഷം നടക്കുന്ന ക്രിസ്മസ് എക്സാമിൽ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ടെങ്കിൽ ആ പരീക്ഷയിൽ നിങ്ങൾക്ക് പഠിക്കാൻ തെർമോഡൈനാമിക്സ് വരെയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ ഓണപ്പരീക്ഷ നടന്നിട്ടില്ലല്ലോ, അപ്പോൾ ഓണപ്പരീക്ഷയിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒക്കെ ചാപ്റ്ററിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഇല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവിടെയും ഞാൻ നല്ലൊരു സോളിഡ് പ്രൂഫുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നോക്കിക്കേ, 2023 വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2022-ലും 23-ലുമാണ് ഓണപ്പരീക്ഷ നടക്കാതിരുന്ന വർഷം. 2022-ലും ഓണപ്പരീക്ഷ നടന്നിട്ടില്ല. 2023 കഴിഞ്ഞ വർഷവും ഓണപ്പരീക്ഷ നടന്നിട്ടില്ല. 2024 ഈ വർഷവും ഓണപ്പരീക്ഷ നടന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും എന്ത് നടന്നിട്ടുണ്ട്? ക്രിസ്മസ് എക്സാം നടന്നിട്ടുണ്ട്. ആ ക്രിസ്മസ് എക്സാമിൽ ചാപ്റ്റർ വൈസ് എടുത്ത് നോക്കുമ്പോൾ, ചാപ്റ്റർ വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2023-ലും 2022-ലും ചോദിച്ച മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ? ഇതിലൊരു പ്രത്യേകതയുണ്ട്. കാരണം
2022 ആകെ 4 ചാപ്റ്ററിൽ നിന്ന് മാത്രമേ എക്സാം നടത്തിയിട്ടുള്ളൂ, ലോസ് ഓഫ് മോഷൻ വരെ. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ 4 ചാപ്റ്ററോ, വെറും 4 ചാപ്റ്ററോ? അപ്പം അത്രയും തെർമോഡൈനാമിക്സ് വരെ ഡിസംബർ വരെ എന്ത് ചെയ്തിട്ടില്ല, കുട്ടികൾക്ക് പഠിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ അന്ന് സ്കൂളുകളിൽ തെർമോഡൈനാമിക്സ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് എന്തുകൊണ്ട് സാർ 4 ചാപ്റ്ററിൽ ഒതുങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ 2022 സിലബസ് മാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഒരുപാട് പോർഷൻസ് ഡിലീറ്റ് ചെയ്തു. ആ സിലബസ് മാറിയതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്നത് തന്നെ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഓൾറെഡി മീൻസ് ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അന്ന് ട്യൂഷനിൽ 2022 കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആ ചാപ്റ്റർ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഒന്നാലോചിച്ച് നോക്കി, 1 മാസത്തെ ക്ലാസ്സുകളായിരുന്നു എനിക്കന്ന് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ 2022 സിലബസ് മാറിയത് കൊണ്ടാണ് അന്ന് 4 ചാപ്റ്ററുകളിൽ ഒതുങ്ങിയതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി അടുത്ത നോക്കിക്കേ, 2023 നിങ്ങളുടെ സീനിയേഴ്സ് ഇപ്പോൾ +2 പഠിക്കുന്നവർ ക്രിസ്മസ് എക്സാമിന് എഴുതിയത് ഓരോ ചാപ്റ്റർ വൈസും ഈവൻ തെർമോഡൈനാമിക്സിൽ നിന്ന് തന്നെ 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പലരും തള്ളപ്പെട്ടുന്ന അല്ലെങ്കിൽ തള്ളി ഒഴിവാക്കുന്ന തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്നും 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ്സ് നിന്ന് 13 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ 7 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. വർക്ക് എനർജി 7 മാർക്ക്, ലോസ് ഓഫ് മോഷൻസ് 13 മാർക്ക്, പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് 5 മാർക്ക്, സ്ട്രൈറ്റ് ലൈൻ 8 മാർക്ക്, മോഷൻ പ്ലെയിൻ 8 മാർക്ക്, റൊട്ടേഷനിൽ നിന്ന് 4 മാർക്കും സോളിഡ്സിൽ നിന്ന് 5 മാർക്കും ഒക്കെയാണ്. നിങ്ങൾ ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏത് ചാപ്റ്റേഴ്സുകൾ പഠിച്ചാലാണ് എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയെന്ന്. സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ചാപ്റ്ററിനും തത്തുല്യമായ പരിഗണന ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആൾ കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ 8ന്റെ പണി ഉദ്ദേശിച്ചത്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തുകൊണ്ട് MS സൊല്യൂഷൻ പറയുന്നു, നിങ്ങൾക്ക് ഇന്ന ചാപ്റ്റർ ഒഴിവാക്കിയാൽ പണി കിട്ടിയേക്കാം. നിങ്ങൾ ഫോർ എക്സാമ്പിൾ തെർമോഡൈനാമിക്സ് അവസാനത്തെ ചാപ്റ്റർ അല്ലേ, വരാൻ ചാൻസ് ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അവിടെ ചോദിച്ചത് എത്ര മാർക്കിനാ? 6 മാർക്കിനാ. ഇനി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ വലിയൊരു ചാപ്റ്റർ അല്ലേ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇൻ റൊട്ടേഷണൽ മോഷൻ വലിയൊരു ചാപ്റ്റർ അല്ലേ, നല്ലോണം ഇരുന്ന് ഡെപ്തിലേക്ക് പഠിക്കുക എന്ന് വിചാരിച്ചാൽ ചോദിച്ചത് വെറും 4 മാർക്കിനാ ചോദിച്ചത്. സോളിഡ്സ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ചാപ്റ്റർ ഒന്നുമല്ല, അങ്ങനെയല്ല, പഠിക്കാൻ ഏറ്റവും കുഞ്ഞു ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അതിൽ നിന്ന് പോലും 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, സോളിഡ്സ് മാത്രം 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യത്തിൽ MS സൊല്യൂഷൻ പറയുന്നത് നിങ്ങൾ ഇന്ന ചാപ്റ്റർ ഒഴിവാക്കരുത്. 1ാമത്തെ ചാപ്റ്റർ തൊട്ട് കൈനറ്റിക് തിയറി തെർമോഡൈനാമിക്സ് വരെയുള്ള അത്രയും ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചെടുത്തേ പറ്റുള്ളൂ. സ്കൂളുകളിൽ അതെന്തായാലും തീർക്കും, അത് അവർക്കുള്ള ചടങ്ങാ. നിങ്ങൾ പോകുന്ന ട്യൂഷൻ സെൻറ്ററും തീർക്കും, അത് അവർക്കുള്ള ചടങ്ങാ. പക്ഷെ ഇതെല്ലാം വെച്ചിട്ട് പരീക്ഷാ ഹാളിൽ ഒറ്റയ്ക്കിരുന്ന് 2 മണിക്കൂർ 60 മാർക്കിന് എഴുതേണ്ടത് നീ ഒറ്റക്കാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. മനസ്സിലായോ? അവിടെ റീൽസ് ഷെയർ ചെയ്തത് ആലോചിച്ച് കുത്തിരിക്കുകയുള്ളൂ. അവിടെ ടൂറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തവൻ അതാ ഡിസ്കസ് ചെയ്തത് ആലോചിച്ചിരിക്കുകയുള്ളൂ. നിങ്ങളെപ്പോലെയുള്ള മറ്റ് ചെറുപ്പക്കാരിയും ഇത് വെറും ഒരു ക്രിസ്മസ് അല്ലേ, ഇത് മെയിൻ എക്സാം ഒന്നല്ലല്ലോ. ഇനിയും സമയമുണ്ട്. ജനുവരിയും ഫെബ്രുവരിയും ഇരുന്ന് പഠിച്ച് മാർച്ചിൽ 520 അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഞാൻ വാങ്ങും, അല്ലെങ്കിൽ ഫുൾ A+ ഞാൻ വാങ്ങും. ചേമ്പാണ്. ഇപ്പം പഠിച്ചാൽ കിട്ടും മോനെ, അല്ലേ കിട്ടൂല. കാരണം ഇപ്പം നിനക്ക് പോർഷൻസ് കവർ ചെയ്യുന്ന സമയമാണ്. നിനക്ക് രാവിലെ 2 മണിക്കൂറും രാത്രി 2 മണിക്കൂറും നീ നിൻ്റെ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ 4 മണിക്കൂർ നിനക്ക് കിട്ടും. ഈ 4 മണിക്കൂർ കൊണ്ട് നീ 1 ഷോട്ട് റിവിഷൻസ് പോലെയുള്ള റിവിഷൻസുകൾ കണ്ടുകൊണ്ട് നിനക്ക് പഠിച്ചെടുക്കാനും പറ്റും. അതുകൊണ്ട് അത് വെച്ചിട്ട് നിനക്ക് എക്സാമിന് പോയി അറ്റൻഡ് ചെയ്യാനും പറ്റും. നിന്റെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് പഠിക്കാം, അല്ലെ ക്രിസ്മസിനേക്ക് പഠിക്കാം. ഇതിലേതാ ബെറ്റർ എന്ന് നീ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ക്രിസ്മസിനേക്ക് പഠിച്ചാലും നിനക്ക് അതൊക്കെ ജനുവരിയിലും ഫെബ്രുവരിയിലും എല്ലാം ആവശ്യമുള്ള വസ്തുവകകൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ സോളിഡ്സ് പഠിച്ചവന് ഫ്ലൂയിഡ്സിലേക്ക് പോകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഗ്രാവിറ്റേഷൻ പഠിച്ചവനെ പിന്നീട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എടുത്തു നോക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇത്രയും ചാപ്റ്ററുകളിലൂടെ കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരന് സ്ട്രൈറ്റ് ലൈനും ലോസ് ഓഫ് മോഷൻസ് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അന്ന് നിങ്ങൾ ആദ്യമായിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിന് Gmm/r² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു.
എന്നാൽ ഗ്രാവിറ്റേഷനിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്ന തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു Gm1m2r² അല്ലേ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയമെൻഷൻ കാണാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാ ചാപ്റ്ററുകളിലൂടെയും കടന്നു പോയെങ്കിൽ മാത്രമേ ഫിസിക്സിൻ്റെ യഥാർത്ഥ പരീക്ഷയ്ക്ക് എഴുതേണ്ട ഉത്തരം നിന്നിലേക്ക് ആവാഹിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുക, നന്നായിട്ട് പഠിച്ചെടുക്കുക, MS സൊല്യൂഷൻസിനെ ഫോളോ ചെയ്യുക. പറ്റുന്നവർക്കൊക്കെ ബാച്ചിൽ ഇപ്പോഴും ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇതാ ക്രിസ്മസിൻ്റെ ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ക്രിസ്മസ് ബാച്ച് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കാണുക. 1500 രൂപ മാത്രമേ ഉള്ളൂ ക്രിസ്മസ് ബാച്ചിന്. നിങ്ങൾ ഇത്രയും ചാപ്റ്ററുകളുടെ കംപ്ലീറ്റ് ഡിസ്കഷൻസും അതിൻ്റെ ലൈവ് സെക്ഷൻസും ഡോക്ടറൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ MS പ്രഡിക്ഷൻ കിട്ടും. ഞാൻ പറയുന്ന ചോദ്യങ്ങൾ അങ്ങോട്ട് പോയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് A+ മാർക്ക് കിട്ടും. അതുകൊണ്ട് താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയപ്പെട്ട ചെറുപ്പക്കാരി ക്രിസ്മസ് എക്സാമിന് ഫിസിക്സ് പണി തരും എന്നുള്ള വാർത്ത നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കണേ ചെറുപ്പക്കാരാ. ഓക്കെ അല്ലേ? സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.